രാഹുൽ മാങ്കൂട്ടത്തിന് നോട്ട് ടു അറസ്റ്റ് ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കുമ്പോൾ നമ്മൾ കരുതും സെഷൻ കോടതിയിൽ ജാമ്യം നിഷേധിച്ചു, മുൻകൂർ ജാമ്യം നിഷേധിച്ചു, അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് കേസ് ഹൈക്കോടതിയിലേക്ക് പോയി. അവിടെ അഡ്വക്കേറ്റ് രാജീവിനെ കേസ് ഏൽപ്പിച്ചു. കൃത്യമായി കെ ബാബു ജസ്റ്റിസ് അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. അങ്ങനെ കേസ് അടുത്ത തീയതിയിൽ പരിഗണിക്കുന്നത് വരെ, ഇതിന് തീരുമാനം ഉണ്ടാകുന്നത് വരെ നോട്ട് ടു അറസ്റ്റ് അത് നേടാൻ സാധിക്കുകയും ചെയ്തു. ഇത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ് എന്നാണ് കരുതിയിരിക്കുന്നത്. ആ രീതിയിലാണ് വാർത്തകൾ ചെയ്യുന്നത്. പക്ഷെ എനിക്കത് അങ്ങനെയല്ല എന്നാണ് തോന്നുന്നത്. ഇതിന്റെ നാൾ വഴികൾ ആലോചിക്കുമ്പോൾ ഈ രീതിയിൽ ചാനലുകളൊന്നും വാർത്ത പറഞ്ഞിട്ടില്ല. നമുക്കൊരു തോന്നലാണ്. കാരണം നമ്മൾ മൊത്തത്തിലൊന്ന് നോക്കുമല്ലോ, റീച്ചിന് വേണ്ടിയിട്ടല്ലല്ലോ കാര്യങ്ങൾ വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയനെയും വി ഡി സതീശനെയും ഒക്കെ വിറ്റ പൈസയും പോക്കറ്റിലിട്ടുകൊണ്ടാണ് നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ തോന്നല. അതിന് കാരണം എന്താണെന്നറിയോ? രാഹുൽ തകർന്നു പോയ ദിവസമുണ്ട്. അതായത് ഒരിക്കലും ഇങ്ങനെ ഒരു വോയിസ് പുറത്തു വരില്ല എന്ന് കരുതിയ 3 മാസത്തിന് മുമ്പുള്ള ആ ദിവസം. ഏത് വോയിസ്? നമ്മുടെ മറ്റേ ഗർഭചിത്ര വോയിസ്, കുറച്ച് ക്രൂഷ്യലായിട്ട് വരുന്ന ആ വോയിസ്. അത് ഞാനും അത്ര വിശ്വസിച്ചില്ല. കാരണം ഞാനും വോയിസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കി, നടക്കുന്നുണ്ട്. പക്ഷെ അതല്ല, അത് ശരിയായ വോയിസ് ആണെന്ന് രാഹുൽ തന്നെ അഡ്മിറ്റ് ചെയ്തു പിന്നീട്. ഏതായാലും ആ വോയിസ് പുറത്തു വന്നപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ അപകടം മണത്തു എന്ന് വേണം കരുതാൻ. അതായത് ഈ ഒരു വോയിസ് പുറത്തു വന്ന നിലയ്ക്ക് ഇനി ഒരു പരാതി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പരാതി വന്നാൽ ആ പരാതി ഒരുപക്ഷെ ജാമ്യം കിട്ടുന്ന സാഹചര്യം വന്നാൽ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി അടുത്ത പരാതി വരാനും സാധ്യതയുണ്ട്. അങ്ങനെ തുടരെ പരാതി വന്ന് തന്നെ പൂട്ടാൻ സാധ്യത ഉണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ആദ്യമേ തന്നെ അറിയാമായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇവരെയൊക്കെ വിറ്റ പൈസ രാഹുൽ മാങ്കൂട്ടത്തിൽ പോക്കറ്റിലുകൊണ്ട് നടക്കുകയാണ് എന്ന് പറയാൻ കാരണം. നോക്കൂ, അതിനുശേഷം ഒരു മാസം അദ്ദേഹം വീടടച്ചിരുന്നു. പിന്നീട് അടുത്ത ഒരു 2 മാസം അദ്ദേഹം പുറത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനിടയിൽ ഒരു കേസ് വരാൻ സാധ്യതയുള്ള ആദ്യത്തെ കേസ് ഏതാ? ഇവിടെ അതിജീവിത എന്ന് പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയായിട്ടുള്ള ഈ കേസ്. ഇപ്പം സെഷൻ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച് ഹൈക്കോടതി നോട്ട് അറസ്റ്റ് കൊടുത്തിട്ടുള്ള ഈ കേസ്. ആ കേസായിരിക്കും ആദ്യം വരിക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ മുഴുവൻ രേഖകളും, കയ്യിലുള്ള രേഖകളെല്ലാം സെറ്റ് ചെയ്ത് കോടതിയിൽ കൊടുക്കേണ്ട രീതിയിൽ മുഴുവൻ കാര്യങ്ങളും സെറ്റ് ചെയ്ത്, ഇനി അഥവാ കോടതിയിൽ ക്ലോസ് ചെയ്യുമ്പോൾ പൊളിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇര എന്ന് പറയുന്ന ഈ അതിജീവിത എന്ന് പറയുന്നവരുമായിട്ട് ഈ ഇരയുടെ സെക്ഷൽ റിലേഷൻഷിപ്പ് അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ടുള്ള ആ സ്റ്റോറീസും അതെല്ലാം കൂടി അതിനകത്ത് കൃത്യമായി വെച്ചുകൊണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം അത്തരത്തിലൊരു അഡ്മിഷൻ വേണ്ട എന്ന് വക്കീലന്മാർ നിർദ്ദേശിച്ചിരുന്നെങ്കിലും അത് ഒരുപക്ഷെ അത് കൊടുക്കുന്നതാണ് നല്ലത്. അത് ജാമ്യം കിട്ടാനും ഇയാൾ സത്യസന്ധനാണ് എന്ന് കോടതിയെ ബോധിപ്പിക്കാനും ഒരുപക്ഷെ അത് ഉപകരിക്കുമെന്നുള്ള നിയമോപദേശം കിട്ടിക്കാണും. ഏതായാലും അത് ഉപകാരമാവും എന്നാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ അത്തരത്തിൽ എല്ലാ രേഖകളും കൃത്യമായി തയ്യാറാക്കി സെഷൻ കോടതിയിൽ ആരാണ് കേസ് വാദിക്കേണ്ടത്, എടുക്കേണ്ടത്, ഇനി സെഷൻ കോടതിയിൽ നിന്ന് ആ കേസ് തള്ളിപ്പോയാൽ ഹൈക്കോടതിയിൽ ആരാണ് കേസ് എടുക്കേണ്ടത്, ഹൈക്കോടതിയിലും ഇനി തള്ളിപ്പോയാൽ ഒരു സാഹചര്യം വന്നാൽ സുപ്രീം കോടതിയിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ ആരാണ് ആ കേസ് വാദിക്കേണ്ടത് എന്ന മുഴുവൻ കാര്യങ്ങളും ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അഥവാ ഒളിവിൽ പോകേണ്ടി വരികയാണ്. അങ്ങനെ ഒളിവിൽ പോകേണ്ടി വരേണ്ട സാഹചര്യം വന്നാൽ ഏത് വഴി പോകണം, എങ്ങനെ പോകണം, പിടിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നൊക്കെ വളരെ കൃത്യമായി പ്ലാൻ ചെയ്യാൻ നേരത്തെ കഴിഞ്ഞു. ഇവിടെ പെട്ടെന്നൊരു കേസ് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് തീരുമാനിച്ചപ്പോൾ ഉടനെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയി വക്കീലിനെ ഏർപ്പാടാക്കി കേസ് പറയുന്നു എന്ന രീതിയിലാണ് ഇവിടെ വാർത്തകൾ വരുന്നത്. അങ്ങനെയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെയല്ല കഥകളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാക്കിയ തെളിവുകൾ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. അതിജീവിത ഹാജരാക്കിയ തെളിവുകൾ, ആ തെളിവുകൾ അതേപടി തന്നെ, അതേ രേഖകൾ അപ്പുറം ഇപ്പുറം ഉള്ളതെല്ലാം കൂടെ ചേർത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ട്. അതായത് അന്നേ തന്നെ ഈ തെളിവുകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അതിജീവിത എടുത്തു വെച്ചിട്ടുള്ളത് പോലെ തന്നെ ഇരയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇവർ രണ്ടുപേരും ഇത് എടുത്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചത് തന്നെ എന്തിനാ? ഇത് ശരിക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഉപയോഗിക്കാനുള്ള സമയമായി എന്ന് തിരിച്ചറിയാത്ത പൊട്ടനാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ? ഞാൻ വിശ്വസിക്കുന്നില്ല. അയാൾ പൊട്ടനല്ല, അയാൾ നല്ല ബുദ്ധിയുള്ള ആളാണ്. എന്ത് ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാം. ജനങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയുമെന്നും ജനങ്ങൾ ഇതിലെ പൊളിറ്റിക്സ്, ഈ തകർക്കാൻ ശ്രമിക്കുന്നതിന്റെ ആ രാഷ്ട്രീയം അത് തിരിച്ചറിയുമെന്ന് നല്ലവണ്ണം അറിയാവുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ
പാലക്കാട് തന്റെ മണ്ഡലത്തെ എല്ലാ ജനങ്ങളുമായി മിങ്കിൾ ചെയ്യുന്നതാണ് പിന്നെ കാണുന്നത്. അത് മാത്രമല്ല, തന്റെ ആ ഭവന പദ്ധതി ഉണ്ടല്ലോ, അത് അതിദ്രുതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. അത് വലിയ ഒരു എന്താ പറയുക സ്വീകാര്യതയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ചെയ്തു കൊടുക്കുന്നത്. അതൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്താണ് പഞ്ചായത്ത് ഇലക്ഷനിൽ ഇദ്ദേഹത്തിന്റെ ഇടപെടൽ വരുന്നത്. ആ ഇടപെടൽ വന്നപ്പോൾ പാർട്ടികൾക്കൊരു കാര്യം മനസ്സിലായി, ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, കടൽക്കടവുമാർക്ക് ഒരു കാര്യം മനസ്സിലായി, തങ്ങളുടെ ഈ പണിയൊന്നും ഏറ്റിട്ടില്ല, സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകും, അതാണ് ഇപ്പോൾ അവസ്ഥ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും തോന്നി എന്നാൽ പിന്നെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ എന്ന്. അതിനാണ് അടുത്ത കേസ് ഉണ്ടാക്കുന്നത്. ഈ പരാതി പ്രതിപക്ഷ നേതാവിനാണ് വരുന്നത് എന്ന് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് അവിടെ നിന്ന് പരാതി എടുത്തില്ല എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി വഴി ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ടത് പ്രതിപക്ഷ നേതാവ്, കൃത്യം പ്രതിപക്ഷ നേതാവിന് തന്നെ രണ്ടാമത് പരാതി കൊടുക്കുന്നതാണ്. അതവിടെ നിൽക്കട്ടെ, അവിടേക്ക് നമുക്ക് എത്താം. ഏതായാലും പാലക്കാട് ഈ ഇലക്ഷൻ പ്രചരണം, ഇങ്ങനെ പഞ്ചായത്ത് ഇലക്ഷന്റെ പ്രചരണം നടക്കുന്ന സമയത്ത് ഇതൊരു പണിയാവുക എന്ന് മനസ്സിലാക്കിയ UDFും LDFും രണ്ടുപേരും കൂടെ കൂടി ചേർന്നിട്ട് അവരുടെ കൂട്ടുകച്ചവടത്തിൽ, ശബരിമലയിൽ കൂട്ടുകച്ചവടം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം ഇവിടെ പ്രതിപക്ഷം അനങ്ങണില്ല, മിണ്ടണില്ല. കുറെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ മാത്രമാണ്, ഇപ്പൊ ഞാനടക്കമുള്ള കുറച്ചുപേർ മാത്രമാണ് ശബരിമല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേറെ ആരും പറയണില്ല. മാധ്യമങ്ങൾക്ക്, ചാനലുകൾക്കൊന്നും അത് വേണ്ട. അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുടല് മതി. കുടലെടുത്ത് അവിടെ ക്യാമറമാന്റെ കഴുത്തിലിടാന്നുണ്ടെങ്കിൽ അത് മതി എന്നുള്ളതാണ് അവരുടെ നിലപാട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഇതിനിടയിൽ പരാതി വരുന്നു. ആ പരാതി വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഒളിവിൽ പോകേണ്ടി വരുന്നു. ഒളിവിൽ പോകുമ്പോൾ കൃത്യമായി സെഷൻ കോർട്ടിൽ എല്ലാം തെളിവുകളുമടക്കം, മുഴുവൻ തെളിവുകളുമടക്കം ഹാജരാക്കുന്നു. അവിടെ വലിയൊരു എത്തിക്സ്, ഒരു ധർമ്മം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതിന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതിജീവിതയുടെ രഹസ്യങ്ങൾ കൂടി പുറത്തു പോണ്ട. അതായത് ഇവർ രണ്ടുപേരും ഇതിനകത്ത് ഇരയും അതിജീവിതയും ഒക്കെയാണ്. അങ്ങനെയുള്ളവരുടെ ആ പ്രശ്നങ്ങളുണ്ടല്ലോ, അതെടുത്ത് പുറത്തിട്ടിട്ട് ബാക്കിയുള്ളവർക്ക് അലക്കാൻ കൊടുക്കണ്ട എന്ന് അങ്ങ് തീരുമാനിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചു. അത് ഈ അതിജീവിതം അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചു. അത് ജഡ്ജ് അത് അഡ്മിറ്റ് ചെയ്തതോടുകൂടി അതല്ല ഓപ്പൺ ഗട്ടർ കോർട്ടിൽ വേണമെന്ന് ഈ അതിജീവിതയുടെ വക്കീല് പറഞ്ഞിട്ടുമില്ല, അല്ലെ പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടുമില്ല. അപ്പൊ എന്തായാലും അത് അതിന്റെ വഴിക്ക് നടന്നു. ഒരു ധാർമ്മികതയാണ് അത്. അവിടെ സെഷൻ കോർട്ടിൽ ജാമ്യം കിട്ടുമെന്ന് ഉറപ്പായി. അതായത് തലേ ദിവസത്തെ വാദം പൂർത്തിയാകുമ്പോൾ പ്രോസിക്യൂഷനെ പൊളിച്ചടിക്ക് അരച്ച് ചുമരിൽ തേച്ചിട്ട് നിൽക്കുകയാണ് വക്കീല്, രാഹുലിന്റെ വക്കീല്. ജാമ്യം കിട്ടുമെന്ന് ഉറപ്പായി, മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് ഉറപ്പായി. ആ സാഹചര്യത്തിലാണ് അടുത്ത കേസ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഇവിടെ മുഴുവൻ തെളിവുകളും പൊളിച്ചടുക്കി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീല് സെറ്റായി തയ്യാറായിരിക്കുകയാണ്. അത് കണക്കാക്കിയാണ് തലേ ദിവസം കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു പരാതി വരുന്നത്. ഇമെയിലിൽ ഒരു നാഥനില്ലാത്ത ഒരു പരാതി വരുന്നത്. ആ പരാതി എടുത്ത് അവിടെ വച്ചേക്കാണ്. എന്തിനു വേണ്ടി? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയാൽ, മുൻകൂർ ജാമ്യം കിട്ടിയാൽ അപ്പം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. മനസ്സിലാക്കണം. അപ്പോൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ അറസ്റ്റ് ചെയ്യാം. അതിലല്ലേ അറസ്റ്റ് ചെയ്യാൻ പറ്റാതുള്ളൂ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് ഇവിടെ എല്ലാവർക്കും ഉറപ്പായി. സെഷൻ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ FIR ഇട്ടു. ഏത്? മറ്റേ കേസ്, നാഥനില്ലാത്ത കേസിന്റെ FIR ഇട്ടു. ഇപ്പൊ രണ്ടാമത് ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ നടക്കുന്ന കേസിന്റെ മറ്റേ നോട്ട് അറസ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ FIR ഇട്ട് കഴിഞ്ഞപ്പോൾ പക്ഷെ സെഷൻ കോടതി മുൻകൂർ ജാമ്യം തള്ളി. സത്യത്തിൽ തള്ളുമെന്ന് കരുതിയിരുന്നെങ്കിൽ ആ FIR അവിടെ ഇടൂലായിരുന്നു. മനസ്സിലായില്ലേ? പക്ഷെ അത് ഇട്ടത് മെച്ചമായി എന്നുള്ളത് മനസ്സിലായി. കാരണം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല. സെഷൻ കോടതി തള്ളിയതിന്റെ പിറ്റേന്ന് തന്നെ ഹൈക്കോടതിയിൽ ജാമ്യാർജി ഫയൽ ചെയ്യണം. ഇന്ന് അതിന് തീരുമാനം വരികയാണ്. അപ്പോൾ അവിടെ കൃത്യമായി എങ്ങനെ കേസ് അവിടെ കോടതിയിൽ കേസ് എടുക്കണം എന്ന്, തന്റെ കേസ് ആരെടുക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. അത് മാത്രമല്ല, ഈ രണ്ട് വക്കീലന്മാർക്കും ബന്ധപ്പെട്ട രേഖകളെല്ലാം, കാരണം അവർ ഒരു കാരണവശാലും ബുദ്ധിമുട്ടരുത്. തന്റെ അഭാവത്തിലും സകല തെളിവുകളും അവരുടെ കയ്യിലുള്ളത് കൊണ്ട്, എല്ലാ ചരിത്രവും ഭൂമിശാസ്ത്രവും അവർക്ക് അറിയാവുന്നത് കൊണ്ട് എനി ടൈം ഒരു ആർഗ്യുമെന്റിന് അവർ തയ്യാറാ, ഒരു വാദപ്രതിവാദത്തിന് അവർ തയ്യാറാ. അതുകൊണ്ടാണ് ഇന്ന് രാഹുലിന്റെ വക്കീൽ പറഞ്ഞത്, ഞാൻ വാദിക്കാൻ തയ്യാറാണ്, പ്രോസിക്യൂഷൻ തയ്യാറാണോ? വെറുതെ പറഞ്ഞല്ല, കണ്ണും പൂട്ടി അങ്ങോട്ട് പറയാം, മുഴുവൻ കഥകളും അറിയാം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത് മുഴുവൻ അറിയാമായിരുന്നു. ഇതെല്ലാം അറിയാമായിരുന്നത് കൊണ്ട് ഈ ബന്ധപ്പെട്ട വക്കീലന്മാരെ മുഴുവൻ കേസ് പഠിപ്പിച്ചിരുന്നു. ഇതാണ് ഇതിന്റെ റിയാലിറ്റി എന്ന് പഠിപ്പിച്ചിരുന്നു. ആ രേഖകളെല്ലാം തയ്യാറാക്കി അവരെ ഏൽപ്പിച്ചിരുന്നു. മുഴുവൻ കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ രാഹുൽ എന്ത് ചെയ്യണം? എനിക്ക് തോന്നുന്നത് ഇനിയും കേസുകൾ വരും. ഇപ്പോൾ വന്ന ഇരയെ കൊണ്ട് എങ്ങനെയെങ്കിലും പരാതി എഴുതി വാങ്ങി ഒരു റിട്ടേൺ കംപ്ലൈന്റ് വാങ്ങിയിട്ട് രജിസ്റ്റർ ചെയ്ത് രാഹുൽ മാങ്കൂട്ടനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്.
ഇനി അടുത്ത മുൻകൂർ ജാമ്യം തിങ്കളാഴ്ച രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു കേസ് തയ്യാറായി നിൽക്കുന്നുണ്ട്. അത് FIR ഇടും. ഇങ്ങനെ 1, 2, 3 അല്ല ഇനി വരാൻ പോകുന്നത്. ഒരുപാട് FIRകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നുണ്ട്. അറിയാമല്ലോ, നേരത്തെ ഒരു കേസ് വന്നു, ആ കേസിന്റെ തീരുമാനമായപ്പോൾ അടുത്ത കേസ് വന്നു. ഇതിനിടയിൽ അവന്തിക എന്ന് വേറൊരു പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇനി അതിന്റെ പേരിൽ ഇനി അടുത്ത FIR വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പരാതിക്ക് അന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. രാഹുലിനെ അയച്ചിട്ടുള്ള വോയിസ് മെസ്സേജൊക്കെ നമ്മൾ കേട്ടതാ. അതിൽ അവർ അഡ്മിറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കേസ് വന്നാലും കോടതിയിൽ നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ഒരു കേസ് ഇട്ട് കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യത്തിന് പോകുന്നത് വരെ ഇയാളെ പുറത്തിറക്കാൻ അയക്കില്ലല്ലോ. ചുരുക്കം പറഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുന്നത് വരെ രാഹുൽ പുറത്തേക്ക് വരരുത്. അതാണ് ഇവിടുത്തെ ഉദ്ദേശം. രാഹുൽ പുറത്തേക്ക് വന്നാൽ പാലക്കാട് കിട്ടില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസിന് കിട്ടുമെന്ന് സംശയമാണ്. കാരണം കോൺഗ്രസ് ആണ് ചതിച്ചത്, വി.ഡി. സതീശനൊക്കെ അതിൽ പങ്കുണ്ട് എന്ന് കോൺഗ്രസിന്റെ ഒരു വിഭാഗം ജനങ്ങൾ ഇന്ന് എനിക്ക് വന്നിട്ടുള്ള കോളുകൾ കണ്ടവനാ. ഞാൻ അവരോട് വാക്ക് കൊടുത്തതുകൊണ്ട് മാത്രം എനിക്ക് ഇത് പ്രസിദ്ധീകരിക്കാൻ കഴിയാത്തത്. കോൺഗ്രസിന്റെ അനുഭാവികളായിട്ടുള്ള ധാരാളം വനിതകൾ, ചിലരൊക്കെ എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള സ്കൂളിലെ ടീച്ചർമാരൊക്കെ ഉണ്ട്. അവരൊക്കെ പലരും വിളിച്ചിട്ട് ഇങ്ങനെയാണ് അവസ്ഥ, ഞങ്ങളൊന്നും ഇനി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യില്ല, ഞങ്ങൾ നോട്ടയ്ക്ക് കൊടുക്കും, ഇടതുപക്ഷത്തിന് കൊടുക്കാൻ വയ്യ, കോൺഗ്രസിന് കൊടുക്കാൻ വയ്യ, എനിക്ക് അവരൊന്നും വിശ്വാസമില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഞങ്ങൾ നോട്ടയ്ക്ക് കൊടുക്കും, നോട്ട മതി എന്നുള്ള തീരുമാനം എടുത്തേക്കുന്നു. വോട്ട് ചെയ്യാൻ പോകാതിരിക്കില്ല എന്ന്. അപ്പോൾ ആ നിലയിലേക്ക് ജനം മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് ഇവിടുത്തെ UDF നേതൃത്വമാണ്. അത് രാഹുൽ മാങ്കൂട്ടം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ എല്ലാവരും ഇല്ല, കുറച്ചുപേര്, ബാക്കിയുള്ളവർ കൂടെ നിന്നു കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഭരണപക്ഷവും കൂടി ഈ ശബരിമല മറയ്ക്കാനും മറ്റു കാര്യങ്ങൾ മറയ്ക്കാനും വേണ്ടിയിട്ട് ചർച്ച അങ്ങോട്ട് പോട്ടെ എന്ന് കരുതിയിട്ട് അവരുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു കേസ് വന്നു, അതിന് നോട്ട് അറസ്റ്റായി, ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുക്കുമെന്ന് ഉറപ്പാണ്. അതുപോലെ രണ്ടാമത്തെ കേസിൽ അതിൽ സെഷൻ കോടതി ജാമ്യം കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തിങ്കളാഴ്ച കേസ് എടുക്കുമ്പോൾ അവിടെ മുൻകൂർ ജാമ്യം തള്ളും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ വാദഗതികൾ എങ്ങനെ ഉന്നയിക്കുമെന്ന് എനിക്കറിയില്ല. ബലാത്സംഗമാണ്, പരാതിക്കാരില്ല എന്നുണ്ടെങ്കിലും പോലീസ് വേണ്ടപ്പെട്ട തെളിവുകൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ സെഷൻ കോടതിക്ക് കൂടുതലൊന്നും പറയാനുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും ഹൈക്കോടതിയിലേക്ക് ജാമ്യ ഹർജി പോകും. ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നോട്ട് അറസ്റ്റ്, ഇതിനും അവിടെ നോട്ട് അറസ്റ്റ് വരും. ആ സാഹചര്യത്തിൽ അടുത്ത കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടുത്തൊരു കേസ്, ഒരുപക്ഷെ അവന്തികയാകാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആകാം, ആരെങ്കിലും ഒരു കേസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ വീണ്ടും ഇടും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പരമ്പരയായിട്ടുള്ള കേസ്, മാലപ്പടക്കം പോലെ വരുന്ന കേസുകൾ, അതിന് ഈ അടുത്ത കാലത്തൊന്നും ഒരു അന്ത്യമുണ്ടാവുമെന്ന് കരുതുന്നില്ല. Different angles. Don't forget to subscribe and support this channel.